ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ദ ന്യൂ വീഡിയോ എന്നൊക്കെ പറഞ്ഞൊരു വൈബ് ഇടണമെന്നുണ്ട് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ് നമ്മളൊക്കെ അങ്ങനെ പറഞ്ഞാൽ ശോകമായി പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഹലോ ഗൈസ്. അപ്പോൾ എല്ലാവരും എന്താണ്, സുഖമാണോ? അപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, നടക്കാനായിട്ട് ഇറങ്ങിയൊരു വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ഗൈസ്? ഈ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഒക്കെ നടന്ന് ഊപ്പാടും മഞ്ഞം വന്നിട്ടാണ് എൻ്റെ ഫേസും കൂടി ഞാൻ കാണിക്കുന്നത്. അങ്ങോട്ട് കുറേ നടന്ന് ഗൈസൊക്കെ. നമുക്ക് വഴിയൊന്നും അറിയത്തില്ല, ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്നതാണ്. വേറെ പരിപാടിയൊന്നുമില്ല. റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചിരിക്കുന്നതുകൊണ്ടൊരു വൈബില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് ഗൈസൊക്കെ. അപ്പം അങ്ങനെ നടന്ന് കുറേ നടന്ന് തിരിച്ച് വഴിയും അറിയത്തില്ല, കിളിയും വഴി അറിയത്തില്ലെന്ന് വെച്ചാൽ നോർമലായിട്ട് നമുക്ക് എവിടെ നിന്ന് എങ്ങനെ കയറണമെന്നൊക്കെ അറിയാം. ബട്ട് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ എല്ലാ സ്ഥലവും ഒരേപോലെയൊക്കെ ഇരിക്കുന്നതുകൊണ്ടൊരു പെട്ടെന്നൊരു കിളിയൊന്നും വന്നില്ല. അപ്പോൾ ഒരു അടിപൊളി പ്ലേസാണ് ഇതൊക്കെ. നിങ്ങൾ റാസൽ ഗെയിമയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നവരാണെങ്കിൽ ഈ വഴി ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നതെന്ന് എനിക്കൊന്ന് അറിയാനാണ്. ബട്ട് ഗൈസ്, അവിടെ പോയപ്പോൾ കണ്ടൊരു മുതലാണ് ഗൈസ്. ഓക്കെ, എങ്ങനെയുണ്ട് ഗൈസ്? ഈ ഒരു മുതൽ എങ്ങനെയുണ്ട്? നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ആരും ഉപേക്ഷിച്ചിട്ട് പോയ വണ്ടിയാണെന്ന് തോന്നുന്നത്. ഒരു കിടുക്കാച്ചി മുതൽ ഗൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വൈബൊക്കെ കാണിച്ച് എൻ്റെ ഫോട്ടോ, എൻ്റെ ഒരു വീഡിയോയും പിന്നെ അമ്മമാരുടെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണ് ഗൈസൊക്കെ, ഫേസൊക്കെ കാണിക്കുകയാണ്. ഞങ്ങൾ നടന്ന് എന്തായാലും അവിടുന്ന് ഒരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് ഗൈസൊക്കെ. അതാണ് മറ്റേ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഒരു ഇരുട്ടുള്ള ഭാഗം വന്നു. ഈ ഒരു വഴി കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പം ഈ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസൊക്കെ. എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അടിപൊളിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ കുറേ നടന്നു കഴിഞ്ഞ് ഇതേപോലെ വേറൊരു മുതലും കൂടി കണ്ടു ഗൈസൊക്കെ. ഈ ഒരു മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസൊക്കെ. ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് അത്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെ നെയിം നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തൊക്കെ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ രണ്ട് വണ്ടിയുടെ നെയിമും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മാക്സിമം ഫുള്ളായിട്ട് തന്നെ വീഡിയോ വാച്ച് ചെയ്യാനും ശ്രമിക്കുക. അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് ജസ്റ്റ് അങ്ങനെ കോപ്പറയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഗൈസൊക്കെ. അപ്പോൾ അങ്ങനത്തെ വീഡിയോയും നമ്മൾ നോർമലായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ അവസാനം നമ്മൾ എത്താറായി. നമ്മളിതൊരു പള്ളിയുടെ സൈഡാണ്. പള്ളിയുടെ അടുത്ത് എത്താറായി. ഇനി കുറച്ചും കൂടി നടന്നാൽ നമ്മുടെ റൂം എത്തും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ കാണുന്ന തലശ്ശേരി റെസ്റ്റോറൻ്റാണ് ഗൈസൊക്കെ. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ക്രോസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയൊക്കെ ക്രോസ് ചെയ്യുക. ഇല്ലെങ്കിൽ വണ്ടിയൊക്കെ വരുന്ന സമയത്ത് ക്രോസ് ചെയ്യുന്നെങ്കിൽ ഒരുപാട് വിഷയമാവും. അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന ലൈനിൽ കൂടെയാണ് നമ്മൾ മാക്സിമം ക്രോസ് ചെയ്തത്. അതുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ അതുമല്ല, ചില സ്ഥലത്ത് നമുക്ക് ക്രോസ് ചെയ്യാനില്ല. പക്ഷേ ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യുക. ഒരിക്കലും ഇതായിട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ അപ്പുറത്ത് ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അവിടുത്തുള്ളൊരു ഇത് കാണിക്കുന്നതായിരിക്കും. തലശ്ശേരി റെസ്റ്റോറൻറ്റ് കറക്റ്റ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസൊക്കെ. നിങ്ങൾ ഈ കാണുന്നതാണ് തലശ്ശേരി റെസ്റ്റോറൻറ്റ്. അപ്പം നമ്മൾ നേരെ എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോകണം ഗൈസൊക്കെ. അപ്പോൾ ബായ്.